ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു പ്രീ വർക്കൗട്ട് മീൽ എന്നൊക്കെ പറയാം. പ്രീ വർക്കൗട്ട് മീലിനെക്കാട്ടിലും നിങ്ങൾക്കിത് ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ചിലപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നതിന് മുന്നേയും കഴിക്കാറുണ്ട്. പക്ഷെ വർക്കൗട്ട് ചെയ്യുന്നതിന് മുന്നേ കഴിക്കുമ്പോൾ ഞാൻ മയണൈസ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഒരുപാട് അങ്ങനെ ആഡ് ചെയ്ത് കഴിക്കാറില്ല. ബട്ട് എനിവേ ഒരു റെസിപ്പി കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ എൻ്റെ ബ്രദറിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാനിന്ന് ജിമ്മിൽ പോയപ്പോൾ പീനട്ട് ബട്ടറും ബ്രെഡുമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ഇതിൽ നിങ്ങൾക്ക് എന്തൊക്കെ വെജിറ്റബിൾസ് ഇഷ്ടമുണ്ടോ അത്ര ഇടാം. എനിക്കും എൻ്റെ ബ്രദറിനും തക്കാളി ഇഷ്ടമല്ല, ഞങ്ങൾക്ക് കണ്ണിന് നേരെ കണ്ടുകൂടാ അതിനെ, അപ്പോൾ അത് മാത്രം ഞങ്ങൾ ഇടില്ല. ആൻഡ് അതിൽ നമ്മൾ ക്യാരറ്റ്, കുക്കുംബർ, സവാള ലാസ്റ്റ് ഇട്ടിട്ട് ബട്ടറിൽ സോട്ട് ചെയ്തെടുത്തതിന് ശേഷം ചിക്കൻ വേവിച്ച് ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച് വെച്ചതാണ്. അത് കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് അതും കൂടി ഇട്ട് സോട്ട് ചെയ്തെടുത്തിട്ട് ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് അതിനകത്ത് കുറച്ച് വെജ് മയണൈസാണ് യൂസ് ചെയ്തത്. വെജ് മയണൈസും കെച്ചപ്പും യൂസ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു ചീസ് സ്ലൈസും കൂടെ വെച്ചിട്ടാണ് അപ്പോൾ ഞാൻ ആക്ച്വലി ജിമ്മിന് പോകാൻ റെഡിയായി. അപ്പോൾ എന്നെ വിളിക്കാൻ വരും. എന്തൊന്നും ജിമ്മിൽ പോവും. ഐ ഡോണ്ട് നോ അവിടെ നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നൊന്നും. എനിവേ ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. അതെ, വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് നേരത്തെ കണ്ടത്. ഇടയിൽ സംസാരം വന്നില്ലേ കുറച്ച്, അപ്പോൾ നമ്മുടെ റെക്കോർഡിങ് വീണ്ടും ബ്രേക്കായി. അത് കഴിഞ്ഞ് ജിമ്മിൽ പോയതിന് ശേഷം ഞാനും അമ്മയും കൂടെ ഞങ്ങൾ ജിമ്മിൻ്റെ താഴെയുള്ള സൂപ്പർ മാർക്കറ്റിൽ പോയി എന്തെങ്കിലുമൊക്കെ സാധനം എന്നും വാങ്ങിക്കാനുണ്ടാവും. മോസ്റ്റ് പ്രോബബ്ലി ബ്രെഡായിരിക്കും. ബ്രെഡ് ഇവിടെ ഇപ്പം കോമൺലി എപ്പോഴും ഉള്ളൊരു സംഭവമാണ് ബ്രെഡ്, വീറ്റ് ബ്രെഡ്, അങ്ങനത്തെ ബ്രെഡൊക്കെ. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ എനിക്ക് തീരെ പറ്റുന്നില്ല, അവനവിടെ ഗെയിം കളിക്കുന്നു, അവൻ എന്തൊക്കെയോ കാണിക്കുന്നു. ആഴ്ചയിൽ 2 ദിവസമാണല്ലോ വരിക ഓഫുള്ള, അപ്പോൾ അവനവിടെ ഫോൺ ഹോസ്റ്റലിൽ അത്ര കിട്ടാത്തതുകൊണ്ട് എനിക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. സോ പ്ലീസ് എക്സ്ക്യൂസ് ദാറ്റ്. അത് കഴിഞ്ഞ് ഞാൻ പോയപ്പോൾ വന്ന സാധനങ്ങളാണ് വാങ്ങിച്ചത്, എന്തൊക്കെയാണെന്നാണ് കാണിക്കുന്നത്. ഇപ്പം ഞാൻ കാണിക്കുന്ന ഈ ഒരു ബുക്കുണ്ടല്ലോ, ഇത് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഞാൻ എൻ്റെ എല്ലാം അതിനകത്താണ് എഴുതുന്നത്. ഇപ്പോൾ ലെക്ചർ നോട്ട് ആയിക്കോട്ടെ, എന്തും എല്ലാം എഴുതുന്ന അങ്ങനത്തെ ഒരു നോട്ട് ബുക്ക് ഉണ്ടാവും. അല്ലാണ്ട് ഞാനിങ്ങനെ നല്ല ക്യൂട്ടായിട്ടുള്ള ഡയറി ബുക്കൊക്കെ വായിച്ചാൽ എനിക്കൊരു പ്രശ്നമുണ്ട്, ഞാനതൊന്നും എഴുതില്ല. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നും. അതുകൊണ്ട് ഞാനതൊന്നും എഴുതാറില്ല. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ അതെല്ലാം കൊണ്ട് എൻ്റെ ബാത്റൂമിൽ അറേഞ്ച് ചെയ്ത് വെച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. ആൻഡ് ദെൻ ഞാൻ പോയിട്ട് കുറച്ച് റംബൂട്ടാനൊക്കെ കഴിച്ച് ഫ്രൂട്ട്സൊക്കെ കഴിച്ച് കുറച്ച് ഫോണിലൊക്കെ നോക്കിയിരുന്നു. ഇത് കണ്ടോ എൻ്റെ റൂമിൻ്റെ അവസ്ഥ? ഒരു വീഡിയോ എടുത്തതാണ്. ഇതെല്ലാം ഞാൻ മാറ്റിയിട്ട ഡ്രസ്സാണ്. എന്നിട്ട് ആ വീഡിയോ ശരിയായോ അതുമില്ല. അതാണ് ഇവിടെ. ആൻഡ് കം ടു ഹിയർ, അവിടെ കുറേ ഉണ്ട്. ആൻഡ് ദിസ് ഇസ് മൈ ടേബിൾ. ഞാൻ ജിമ്മ് കഴിഞ്ഞ് ഇപ്പോഴാണ് വീട്ടിൽ വന്നത്. അപ്പോൾ ഇനി വേണം ഇതെല്ലാം ക്ലീൻ ആക്കണം, കുളിക്കണം. അതിന് മുന്നേ നമുക്ക് കുറച്ച് ഡാൻസ് പ്രാക്ടീസ് ചെയ്യണം. ആൻഡ് ഓൾസോ ഒരു പാഴ്സൽ വന്നു പേർപ്പിൾ, നമുക്കത് അൺബോക്സ് ചെയ്യാം. അതിവിടെ എല്ലാം ഞാൻ ക്ലീൻ ചെയ്തിട്ട് വന്നിട്ട് ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നിട്ട് ഇത് അൺബോക്സ് ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് ഡു എ ക്ലീനിങ്. പണ്ട് നമ്മളെപ്പോഴും ക്ലീനിങ് ചെയ്യുമായിരുന്നു എൻ്റെ വീഡിയോയിൽ. സോ ഇപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാം. ഞാനിവിടെ എന്തായാലും സംസാരിക്കുന്നില്ല, കാരണം രണ്ടും ഇട്ടിട്ടുണ്ട്. AC ഫാനും എല്ലാം ഇട്ടിട്ടുണ്ട്, അപ്പം നിങ്ങൾക്ക് കേൾക്കാനും പറ്റില്ല, പിന്നെ സംസാരിക്കാനൊന്നുമില്ല. സോ ഞാൻ ടൈം ലാപ്സിൽ ക്ലീൻ ചെയ്യണ കാണിച്ചു തരാം. ഓക്കെ. അയ്യോ, എനിക്കൊന്ന് ക്ലീൻ ചെയ്യാൻ മൂടില്ല. അന്ന് ജിമ്മിൽ നമുക്ക് അത്യാവശ്യം നന്നായിട്ടൊന്ന് വർക്കൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇന്നും ഇന്നലേക്ക് ഞാൻ ഒറ്റയ്ക്കാണ് ജിമ്മിൽ പോയത്. അത്ര സുഖമില്ല ഒറ്റയ്ക്ക് പോയിട്ട്. ഇത്രയും ദിവസം ഒരുമിച്ച് പോയിട്ടേ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒരു രസമില്ല. ബട്ട് കുഴപ്പമില്ല, എങ്ങനെയാണെങ്കിലും നമ്മൾ ജിമ്മിൽ പോയിരിക്കും. സോ എനിക്ക് ആ കൊറിയർ പൊട്ടിക്കാനാണ് തോന്നുന്നത്. ചുമ്മാ ഇരിക്കാൻ തോന്നും, കുളിക്കാനും തോന്നുന്നില്ല. ബട്ട് അങ്ങനെയല്ല, നമുക്ക് നാളെയും കുറേ പണികളുണ്ട്. സോ ഇന്ന് നമുക്ക് ഈ പണി തീർത്താലേ നാളത്തെ പണി തീർക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എവിടെ കിടന്ന് ഉറങ്ങും എൻ്റെ കട്ടിലിൽ. എൻ്റെ റൂമിൽ ആക്ച്വലി ഞാൻ പറഞ്ഞിട്ടില്ല, AC ഇരിക്കുന്നത് ട്യൂബിൻ്റെ സ്ഥാനത്ത് ആണ്. AC ഇവർ ഈ കബോർഡിൻ്റെ ഇവിടെയാണ് ഇതിൻ്റെ കണക്ഷൻ ഇട്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞു, എൻ്റെ റൂമിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം ഈ ഓണം വെക്കേഷനാണ് സോർട്ട് ചെയ്യാൻ. അപ്പം അതൊരു പ്രശ്നമാണ്. ഒരു ലൈറ്റാണുള്ളത്. ആൻഡ് ഇതിനും ലൈറ്റ് വെച്ചിട്ടില്ല, അപ്പോൾ ലൈറ്റ് ഇല്ല. ഓക്കെ, പഠിത്തം മാത്രം നടക്കുന്നില്ല, പഠിക്കാറുണ്ട്. അസൈൻമെൻറ്റ്, നോട്ട് സബ്മിഷൻ, എത്ര അസൈൻമെൻറ്റ്, റെക്കോർഡ് എല്ലാം ഉണ്ട്. ജോഗ്രഫി റെക്കോർഡുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി സമയം കളയുന്നില്ല, ഞാൻ പോയി റെഡി ആവട്ടെ. അല്ല ക്ലീൻ ചെയ്യട്ടെ.
ടൈം ലാപ്സിൽ കാണുമ്പോൾ എത്ര പെട്ടെന്നല്ല ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഇത് റിയൽ ലൈഫിൽ പോസിബിൾ അല്ല, ആണെങ്കിൽ എത്ര അടിപൊളിയായിരുന്നു. ബട്ട് ഐ എൻജോയ് ക്ലീനിങ് സംടൈംസ്, പക്ഷെ എപ്പോഴും അല്ല. അത് കഴിഞ്ഞ് ഞാൻ പോയി നല്ല ഫേസ് മാസ്ക് ഒക്കെ ഇട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു കുളി പാസ്സാക്കി കഴിഞ്ഞ് വന്നപ്പോൾ നല്ല സാലഡും ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ വന്നുകൊണ്ട് ഇന്നത്തെ സ്പെഷ്യൽ അതാണ്. പിന്നെ സാലഡ് സ്പെഷ്യലല്ല, നമ്മളിപ്പം മിക്ക ദിവസവും കഴിക്കുന്ന ഒരു സംഭവമാണ് സാലഡ്. സോ ബേസിക്കലി ഇപ്പം ഞാൻ കുളിച്ചു, ഫുഡ് കഴിച്ചു, എന്നിട്ട് ഇതാ ഇപ്പോൾ ബെഡിൽ വന്നിരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ലൈം ജ്യൂസൊക്കെ ഉണ്ടാക്കി. പിന്നാണെങ്കിൽ നല്ല ഹെക്റ്റിക് ആയിരുന്നു. ഒന്നാമത് കൈയാണ് നമ്മൾ മെയിനായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്തത്. കൈ കുറച്ച് ഷിവറിങ് ഉണ്ട്. ദാറ്റ്സ് നോർമൽ, എൻ്റെ കൈ അങ്ങനെ ഷിവറിങ് ഉള്ളത്. ഞാൻ ഓവറായിട്ട് പണ്ടും ഡാൻസ് കളിക്കുമ്പോഴും ഞാൻ ഓവറായിട്ട് ഇതെടുക്കുമ്പോൾ എൻ്റെ കൈ ഷിവറാവുമായിരുന്നു. ദാറ്റ്സ് അത്ര വലിയ പ്രശ്നമൊന്നുമല്ല. അപ്പം പിന്നെ നെക്സ്റ്റ് ഞാൻ എന്താ പറയാൻ വന്നേ, പിന്നെ ഭയങ്കര ടയേർഡായി. ഞാൻ ജിം കഴിഞ്ഞ് വന്ന് കുളിക്കുന്ന സമയത്ത് ഞാൻ ബാത്റൂം ക്ലീൻ ചെയ്തു. ഞാൻ യൂഷ്വലി സൺഡേ ആണ് എൻ്റെ പ്രോപ്പർ ക്ലീനിങ്. ഡ്രസ്സെല്ലാം വൃത്തിയാക്കും, ഇവിടെയൊക്കെ ക്ലീനാക്കും, ആൻഡ് ബെഡ്ഷീറ്റൊക്കെ മാറ്റും, അങ്ങനെ ഫുൾ ബാത്റൂമൊക്കെ നന്നായിട്ട് കഴുകും. പക്ഷേ സ്റ്റിൽ എൻ്റെ ബാത്റൂം ഫുൾ വൈറ്റ് ആയതുകൊണ്ട് എനിക്ക് കുറച്ച് വൃത്തി അതിൽ കൂടുതലായതുകൊണ്ട് എനിക്ക് ബാത്റൂം എപ്പോഴും സ്മെൽ ഗുഡായിട്ടും ക്ലീനായിട്ടും ഇരിക്കണം എൻ്റെ ബാത്റൂം. അപ്പം ഞാനതെപ്പോഴും ക്ലീൻ ചെയ്യാറുണ്ട്. അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞ് വന്ന് ഫുഡ് കഴിച്ച് ആ പാത്രമൊക്കെ കഴുകി വെച്ച്, ബാക്കിയെല്ലാം പാത്രം അമ്മ ക്ലിയർ ചെയ്തു. ഫുഡ് കഴിച്ച് പാത്രം മാത്രം കഴുകി വെച്ച് ലൈം ജ്യൂസ് ഉണ്ടാക്കി ആ പാത്രം എല്ലാം കഴുകി. നമ്മൾ ഓപ്പൺ കിച്ചണല്ലേ, അല്ലെങ്കിൽ നമ്മളെപ്പോഴും തുടച്ച് വൃത്തിയാക്കി സിങ്കെല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് അമ്മ എപ്പോഴും പോയി കിടന്നുറങ്ങണേ. അമ്മ പോയി കിടന്നുറങ്ങി, ഞാൻ ഫുൾ ക്ലീൻ ചെയ്തു. അവൻ അവിടെ ഇരുന്ന് ഗെയിം കളിക്കുന്നുണ്ട്. മേ ബി സൗണ്ട് കേൾക്കാം, ബട്ട് ഞാൻ സ്റ്റിൽ റൂമിലാണ്. എന്തെങ്കിലും സൗണ്ട് കേൾക്കാൻ പറ്റും ആയിരിക്കാം. പിന്നെ ഞാൻ കൊറിയർ ഇന്ന് അൺബോക്സ് ചെയ്യില്ല, ബിക്കോസ് നാളെ അൺബോക്സ് ചെയ്യാമെന്ന് വെച്ചു. നാളെ നമുക്ക് എന്തായാലും വ്ളോഗ് എടുക്കും, ബിക്കോസ് നാളെ കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെന്താണ്, അതുകൊണ്ട് ഞാൻ ഭയങ്കര ടയേർഡാണ്. ഡാൻസും പ്രാക്ടീസ് ചെയ്തു അതിൻ്റെ ഇടയിൽ. അപ്പോൾ പിന്നെ ക്ലീൻ ചെയ്തു. എല്ലാം കൊണ്ടും ഞാൻ എൻ്റെ കാലൊക്കെ കുറച്ചതുകൊണ്ട് വേദന എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇരുന്നിട്ട് ഞാൻ മെയിനായിട്ട് 2 വീഡിയോ എഡിറ്റ് ചെയ്യാറുണ്ട്. അത് എഡിറ്റ് ചെയ്ത് തമ്മിൽ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം, ഷെഡ്യൂൾ ചെയ്ത് വെക്കണം. നാളത്തേക്കും മറ്റന്നാളത്തേക്കും ഉള്ള വീഡിയോ ആയി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. എൻ്റെ കോലം നോക്കണ്ട, ഞാൻ കുളിച്ച് വന്ന് കാര്യമായിട്ടൊന്ന് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് ഇരിക്കുവാണ്. ബട്ട് വെട്ടമില്ലാത്തതുകൊണ്ട് ഞാനിവിടെ മറ്റേ ലൈറ്റൊക്കെ ഫോണിൽ അടിച്ച് വെച്ചേക്കാം. ഫ്രണ്ട് ക്യാമറയിലാണ് ഞാൻ ഷൂട്ട് ചെയ്യണം. എനിക്ക് ബാക്ക് ക്യാമറയിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല. സോ ലൈറ്റും ഇല്ല. പിന്നെ എൻ്റെ റൂമിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെയും ലൈറ്റ് ഇല്ല. സോ ഉള്ളത് പിന്നെ ഹാളിലാണ് ഞാൻ ഗെയിം കളിക്കുന്നത്. അപ്പം പെട്ടെന്ന് ഇതങ്ങ് എൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ദാറ്റ്സ് ഇറ്റ്. സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ.